ഹായ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മാനന്തവാടിയിലെ ഐസ്ബർഗ് കഫേയിലാണ്. ശരിക്കും പറഞ്ഞാൽ മാനന്തവാടിക്ക് ഒരു നൈറ്റ് ലൈഫ് തന്നെയാണ് ഐസ്ബർഗ്. വ്യത്യസ്തമായ ഫുഡ് ഐറ്റംസ് കൊണ്ടും ആംബിയൻസ് കൊണ്ടും നമുക്കൊരു പുതിയ അനുഭൂതി തന്നെയാണ്. കപ്പിൾസായും ഫ്രണ്ട്സായും ഫാമിലിയായും വന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരിടം. അതേപോലെ മറ്റൊരു പ്രത്യേകതയാണ് നൊസ്റ്റാളജി ഉണർത്തുന്ന തരത്തിലൊരു ഫോട്ടോ സ്പോട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. അധികം കഫേകളിൽ കാണാത്തതാണല്ലോ ആദ്യത്തെ മര്യാദ. എങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ. ഞാൻ എത്തിയതും അവരുടെ വെൽക്കം ഡ്രിങ്ക് നൽകി. അടിപൊളിയായിരുന്നു. ആദ്യമായി ഞാൻ ട്രൈ ചെയ്തത് ചിക്കൻ സ്പെഷ്യൽ പിസയാണ്. നോർമലി പലയിടത്തും ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊരിടത്തും കിട്ടാത്ത ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ. നല്ല അഡാർ ഐറ്റം. അടുത്തത് ട്രൈ ചെയ്തത് അവരുടെ തന്നെ സ്പെഷ്യൽ ചിക്കൻ സാൻഡ്വിച്ചാണ്. സത്യത്തിൽ സാൻഡ്വിച്ച് ഇഷ്ടമില്ലാത്ത ഞാൻ വെറുതെ ടേസ്റ്റ് ചെയ്യാൻ നോക്കിയതാ. പക്ഷേ നല്ല ടേസ്റ്റ് കാരണം രണ്ടെണ്ണം ഒന്നും നോക്കാതെ ഞാൻ അങ്ങ് കഴിച്ചു. നല്ല അടിപൊളി ഐറ്റം. ഇത്രയും കഴിച്ചപ്പോൾ അല്പം വെള്ളം ഉള്ളിലേക്ക് ചെന്നില്ലെങ്കിൽ ശരിയാകില്ലെന്ന് കരുതി ഇവരുടെ സ്പെഷ്യൽ ഡ്രിങ്ക് ഐറ്റംസ് ആയ സൺ മൊജിറ്റോ ഓർഡർ ചെയ്തു. 2 ലെയറിൽ സണിനെ പോലെ സുന്ദരിയും നല്ല ടേസ്റ്റിയുമാണ്. സത്യത്തിൽ മൊജിറ്റോ മുഴുവനായി കുടിക്കാതെ ഞാൻ മുഴുവൻ കുടിച്ചു ചേർത്തു. അടുത്തതായി ഞാൻ ട്രൈ ചെയ്തത് ഫിംഗർ ലൈസ് ആണ്. അടിപൊളി ഐറ്റം ആയിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയും കൂടെയുണ്ട്. നമ്മുടെ വയനാട്ടിലെ വേറൊരു കഫേയിലോ സ്പോട്ടിലോ കിട്ടാത്തൊരു ഐറ്റം കൂടിയാണ് ഈ ഫിംഗർ ലൈസ്. പിന്നെ ഞാൻ കഴിച്ചത് അധികവും പാനിപൂരി, മസാലപ്പൂരി എന്നിവയാണ് കഴിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഐറ്റം കൂടിയ ഷവർമ പാനിപൂരി ഒരിക്കലെങ്കിലും കഴിക്കേണ്ടതാണ്. ഒരു രക്ഷയുമില്ല. മനസ്സും വയറും നിറഞ്ഞ് എന്ന് തന്നെ പറയാം. എന്തൊക്കെ പറഞ്ഞാലും വയനാട്ടിൽ വരുന്നവർക്കും വയനാട്ടുകാർക്കും ഉറപ്പായും വന്നു കണ്ട് തൃപ്തിയായി തിരിച്ചു പോകാം. അതിൻ്റെ ഉറപ്പാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മാനന്തവാടിയിലെ കോഴിക്കോട് റോഡിലെ സിത്താര യൂണിഫോമിന്റെ തൊട്ട് താഴെയുള്ള ഫ്ലോറിലാണ്.